അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുദീകന്നഹും അവരെ നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പ്രഥമമായി ഉദ്ദേശിക്കുന്നത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളാണ്. അവരാണ് ഈ കളവാക്കുന്നതിൻ്റെ ആളുകൾ. അപ്പോൾ അള്ളാഹു അവരോട് പറയുന്നത് വല നുദീകന്നഹും നാം അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും മിനൽ അദാബിൽ അതിന ചെറിയ ശിക്ഷ താണ ശിക്ഷ ദൂനൽ അദാബിൽ അക്ബർ വലിയ ശിക്ഷക്ക് കൂടാതെ വലിയ ശിക്ഷ കൂടാതെ. ഈ അദാബുൽ അതിന ചെറിയ ശിക്ഷ അതെന്താ? ഈ അദാബുൽ അതിന എന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷ എന്താ? ചിലർ പറഞ്ഞ് അത് പിന്നെ ബദറിലെ പരാജയമാണ്. മറ്റ് ചിലർ പറഞ്ഞ് അത് പിന്നെ അവർക്ക് വാദിച്ചതായ വിശപ്പ്, അതേപോലെ തന്നെ ഖഹ്ത് വരൾച്ച, ഇതൊക്കെയാണ്. ചിലർ പറഞ്ഞ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറദ് രോഗങ്ങളാണ്. മറ്റു ചിലർ പറഞ്ഞ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസായിബ് ഇതര വിപത്തുക്കളാണ്, കാലക്കെടുതികൾ, മുസീബത്തുകൾ. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് അവരെ നാം ചെറിയ ശിക്ഷയിൽ നിന്ന് ആസ്വദിപ്പിക്കുന്നതാണ്. ബദറിൽ അവർക്ക് പണഞ്ഞത് ചെറിയൊരു ശിക്ഷ തന്നെയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. പക്ഷേ പരലോകത്തെ ശിക്ഷയെ അപേക്ഷിച്ച് അത് ചെറിയ ശിക്ഷയാണ്, വളരെ കുറഞ്ഞ ശിക്ഷയാണ്. ബദറിൽ അവരിലെ കൊലക്കൊമ്പന്മാരൊക്കെ നിലംപരിശായി, അതേപോലെ തന്നെ അവർക്ക് സത്ത് നഷ്ടം, ആൾ നഷ്ടം, ഇതൊക്കെ മാനനഷ്ടം അത് വലിയത്. വിശപ്പും വരൾച്ചയും അതവർക്ക് ഉണ്ടായ ഒരു ചെറിയ ശിക്ഷ തന്നെയാണ് മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വളരെയധികം കഷ്ടപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്ത്, അള്ളാഹുവേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ 7 വർഷത്തെ ഒരു പട്ടിണി ഉണ്ടല്ലോ, വറുതി, ക്ഷാമം, അതുപോലുള്ള ക്ഷാമകാലം കൊണ്ട് നീ ഇവരെ പരീക്ഷിക്കണമേ എന്ന് റസൂലുള്ള ദുആ ചെയ്ത്. ആ ദുആ അള്ളാഹു കബൂലാക്കി. അള്ളാഹുവെ യൂസുഫ് നബിയുടെ കാലഘട്ടത്തിലുണ്ടായ 7 വർഷ ക്ഷാമം, അതുപോലത്തെ ഒരു ക്ഷാമം കൊണ്ട് നീ ഇവരെ പരീക്ഷിക്കണമേ എന്ന് മക്കക്കാർക്ക് എതിരിൽ റസൂലുള്ള ദുആ ചെയ്ത്. അതുകൊണ്ട് തന്നെ 7 വർഷം മക്കയിൽ ക്ഷാമകാലമായിരുന്നു. വളരെ വലിയ വറുതിയും അതേപോലെ തന്നെ പട്ടിണിയും. അങ്ങനെ അവർ പിന്നെ തോലൊക്കെ പെറുക്കി തിന്നാൻ തുടങ്ങിയതാണ് ആ പട്ടിണിയുടെ ഊക്കിൽ. അങ്ങനെ അവരിൽ ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവരിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, റസൂലെ, പിന്നെ മുദർ ഗോത്രം അവർ വലിയ കഷ്ടപ്പാടിലാണ്, നിങ്ങൾ അവരുടെ കഷ്ടത നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള ചിരിച്ചു. ശരിക്കും മുദർ ഗോത്രത്തിനല്ല ഈ കഷ്ടപ്പാടുള്ളത്, മക്കക്കാർക്കാണുള്ളത്. പക്ഷെ അവർക്ക് അവരുടെ കുഞ്ഞ് സമ്മതിക്കണില്ല അതിന് തുറന്ന് പറയാൻ. പക്ഷേ അത്രമാത്രം അവർ വറുതിയിലായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുണ്ടായി എന്നാണ്, അവർക്കുള്ള ആ ദുരിതം നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. മാനത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുക പോണത് പോലെയാണ് അവർ കണ്ടിരുന്നതാണ് പട്ടിണി കാരണത്താൽ. സൂറത്ത് ദുഖാനിലെ യൗമത്തി സമാഉ ബി ദുഖാനി മുബീൻ എന്നുള്ള ആയത്തിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു, പലരും പറഞ്ഞാൽ അന്ത്യനാളിനോടനുബന്ധിച്ചുള്ള ദുഖാനാണെന്നാണ്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് മക്കക്കാർക്ക് റസൂലുള്ളാഹിൻ്റെ അവർക്കെതിരുള്ള ദുആ തട്ടിയിട്ട് അവരുടെ പട്ടിണി കാരണത്താൽ മാനത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് ഒക്കെ പുകയായിട്ട് തോന്നുന്ന അത്രമാത്രം വറുതി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അവർക്ക് വറുതി ഉണ്ടായി, പട്ടിണി ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കേൾക്ക തന്നെയാണ് ദുആ ചെയ്തിട്ടുള്ളത്. കാരണം അവരുടെ കഷ്ടപ്പെടുത്തൽ അങ്ങനെയായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഞങ്ങളുടെ ഈ ദുരിതം നീക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അവരുടെ കഷ്ടപ്പാട് പോയി. പക്ഷേ അവർ റസൂലുള്ളാഹിനെ ദ്രോഹിക്കുന്നത് നിർത്തിവെച്ചത് അവരെന്ത് ചെയ്ത് കളവാക്കുന്നതും ദ്രോഹിക്കുന്നതും അവർ ആവർത്തിക്കുകയാണ് ചെയ്തത്.